നമസ്കാരം. തമിഴ്നാട് CM-ആയ ശ്രീ ജോസഫ് വിജയുടെ ഇരട്ടത്താപ്പ് നയത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഇതിനുവേണ്ടി ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നിശ്ചിത അളവിൽ ഉയർത്തണമെന്നുള്ള തമിഴ്നാടിന്റെ ശക്തമായിട്ടുള്ള ഒരു നിലപാട്. ഇതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് മറുപക്ഷക്കാർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൈഗൈ നദിയിലെ മലിനീകരണം. അതെ, വൈഗൈ നദിയിലെ മലിനീകരണം വളരെ വലിയൊരു പ്രശ്നമായി തന്നെ തമിഴ്നാടിന്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്നാൽ അതിനെതിരെ കണ്ണടയ്ക്കുന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയായ CM ജോസഫ് വിജയ്. അതിൽ തന്നെ ശ്രദ്ധേയമായ കാര്യം CM ജോസഫ് വിജയ് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ എടുക്കുന്ന സ്റ്റാൻഡാണ്. ഇതുവരെ ഉണ്ടായിരുന്ന തമിഴ്നാട്ടിലെ എല്ലാ ഗവൺമെന്റുകളും സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ശ്രീ ജോസഫ് വിജയും മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അത് കുറച്ചുകൂടെ ശക്തമായി സിനിമ സ്റ്റൈലായി എന്നുള്ളത് മാത്രം. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം നിശ്ചിത അളവിൽ ഇത് ഉയർത്തുക എന്നുള്ളതാണ്, ജലനിരപ്പ് കുറയ്ക്കുക എന്നുള്ളതല്ല. അതേപോലെ പുതിയൊരു ഡാം എന്ന വാദഗതി കേരളത്തിന്റെ ആവശ്യത്തെ നിഷ്കരണം നിരാകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി, ശക്തമായ നിലപാടെടുത്ത വ്യക്തി എന്തുകൊണ്ട് വൈഗൈ നദിയുടെ കാര്യത്തിൽ ഈ അവഗണന കാണിക്കുന്നു, ഇരട്ടത്താപ്പ് കാണിക്കുന്നു? ഇതാണ് ഉയർന്നു വരുന്ന ചോദ്യം. ഈ ഡബിൾ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഇരട്ടത്താപ്പിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത് ഈ ഒരു സെനാറിയോയിലാണ്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി അതിനു വേണ്ടിയിട്ട് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. എന്റെ വീട്ടിലെ എന്റെ കിണറിലെ വെള്ളം ഭംഗിയായി, വൃത്തിയായി, ശുദ്ധിയായി സൂക്ഷിക്കാൻ കഴിയാത്ത ഞാൻ എൻ്റെ കിണറിലെ വെള്ളം മലിനമാക്കിയിട്ട് അയൽക്കാരൻ്റെ വീട്ടിലെ കിണറിലെ വെള്ളം വേണമെന്ന് വാശി പിടിക്കുക മാത്രമല്ല, അഡമൻ്റായിട്ട് അതെനിക്ക് നീ തന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ ഒരു ഡിമാൻഡ് വെക്കുകയും ചെയ്താൽ എങ്ങനെയിരിക്കും? അതാണ് ശ്രീ ജോസഫ് വിജയ് ഈ ഒരു കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം തമിഴ്നാട്ടിൽ വെള്ളമില്ല എന്നുള്ളത് നമുക്കറിയാം. അവരുടെ ജനജീവിതത്തെയും അല്ലെങ്കിൽ അവരുടെ ദൈനംദിന ആവശ്യങ്ങളെയും, മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ് വാട്ടർ എന്ന് പറയുന്നത്. സോ അവരുടെ എല്ലാ തരമായിട്ടുള്ള കാര്യങ്ങൾക്കും വെള്ളം ആവശ്യമാണ്. കാർഷികമായ ആവശ്യങ്ങളായിക്കോട്ടെ, ദൈനംദിന ആവശ്യങ്ങളായിക്കോട്ടെ, എല്ലാത്തിനും വെള്ളം ആവശ്യമാണ്. സോ അത് നമുക്ക് നിരാകരിക്കാനോ തള്ളിക്കളയാനോ ആവില്ല. അതിനെ നമ്മൾ അംഗീകരിക്കുക തന്നെ ചെയ്യുന്നു. എന്നാൽ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് വൈഗൈ നദി. എന്നാൽ ഇന്നത് വളരെയധികം മലിനമാണ്, പൊല്യൂട്ടഡ് ആണ്. എന്തുകൊണ്ടാണ്? അവിടേക്ക് വരുന്ന ടോക്സിക് വേസ്റ്റുകൾ, അതേപോലെ സ്യൂവേജ് വാട്ടറുകൾ, മറ്റുള്ള മാലിന്യങ്ങൾ, ഇതൊക്കെ എവിടുന്ന് വരുന്നു? ഇതിനെപ്പറ്റി ഒന്നുള്ള ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ഈ ഒരു നദിയെ ക്ലീൻ ആക്കാനുള്ള ഒരു പദ്ധതിയോ ഒന്നും അവിടുത്തെ ഗവൺമെന്റോ വിജയോ സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്? കാരണം സ്വന്തം നാട്ടിൽ ഇത്രയും നല്ല ഒരു നദി ഉണ്ടായിട്ട് ആ നദിയെ മലിനമാക്കിയത് പോട്ടെ, അത് ക്ലീൻ ആക്കി വീണ്ടും ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതി എടുക്കാതെ അടുത്ത സംസ്ഥാനത്തേക്ക് വന്നിട്ട് നിങ്ങളുടെ വെള്ളം ഞങ്ങൾക്ക് വേണം, അത് കിട്ടിയേ പറ്റൂ എന്ന് പറയുന്നതിൽ വിരോധാഭാസമാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. മനസ്സിലായോ? സോ വിജയ് ഗവൺമെന്റ് ഇതിലെടുക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, എന്നാൽ വൈഗൈ നദി എന്ന് പറയുന്നത് ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ്. അതായത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂവിൽ സർക്കാരിന് കൃത്യമായ സ്ട്രോങ് ആയ നിലപാടെടുക്കേണ്ടി വരും. അതാണ് അവർ ചെയ്യുന്നത്. എന്നാൽ ഒരു പാരിസ്ഥിതിക പ്രശ്നത്തിന് ആദ്യം അവിടെ എൻവയോൺമെന്റലായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഡിപ്പാർട്ട്മെന്റ്, മറ്റുള്ളവരും മറിച്ചവരൊക്കെ വന്ന് സ്റ്റഡി ചെയ്യണം. അതിനെപ്പറ്റി റിപ്പോർട്ട്, മറ്റേത് തേങ്ങ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശേഷം അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു തണുപ്പൻ മട്ടിലുള്ള പോക്കാണ് വൈഗൈ നദിയുടെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതാണോ വേണ്ടത്? ജനങ്ങൾക്ക് വേണ്ടി വന്ന നിങ്ങളുടെ എന്താവശ്യവും ഞാൻ നടത്തിത്തരും, അണ്ണൻ തമ്പി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന അണ്ണൻ ഈ CM ജോസഫ് വിജയ് എന്തുകൊണ്ട് ചെറുപ്പക്കാരെ കിടന്ന് കരയുന്നത് കാണുന്നില്ല? പ്രായമായ അമ്മച്ചിമാരോ ഒന്നുമില്ല, യുവതലമുറ ചെറുപ്പക്കാരാണ് ആ വൈഗൈ നദിയുടെ ഫ്രണ്ടിൽ കിടന്ന് വീഡിയോ ഇട്ട് കരയുന്നത്. എൻ്റെ അണ്ണ CM വിജയ്, ഇതൊന്ന് കാണ്, നിങ്ങളൊന്ന് കണ്ണു തുറന്ന് കാണ്, ഞങ്ങളുടെ ഈ വൈഗൈ നദി നിങ്ങൾ സംരക്ഷിക്കൂ. അവര് കരയുകയാണ്. വിജയ് അത് കാണുന്നില്ല. കണ്ടാലും കണ്ണടക്കുകയാണ്, അല്ലെങ്കിൽ കണ്ണടക്കുക തന്നെയാണെന്ന് പറയണം. കാരണം ഇത്രയും ചെറുപ്പക്കാർ അവരുടെ മണ്ണിന് വേണ്ടിയിട്ട്, അവരുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സിന്, ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ജലത്തിന് വേണ്ടിയിട്ട് കിടന്ന് കരയുമ്പോൾ വിജയ് ഇപ്പുറത്തുണ്ടാക്കുന്ന അടി അല്ലെങ്കിൽ കേരളത്തോട് കാണിക്കുന്ന ഈ വാശിയും ഈ ഒരു സിനിമ സ്റ്റൈൽ സംഭവങ്ങളും ഒക്കെ സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ ഫ്രണ്ടിൽ ഈ കണ്ണിന്റെ മുന്നിൽ കിടക്കുന്ന വെള്ളം ഒന്ന് ശുദ്ധീകരിക്കാനുള്ള ഒരു സ്റ്റെപ്പ് എടുക്കണ്ടേ? ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതെങ്ങനെ മലിനമാകുന്നു ഈ നദി എന്ന് കണ്ടുപിടിക്കുക. ഇവിടേക്ക് മാലിന്യം തള്ളുന്നത് ആരാണെങ്കിലും, അതായത് വിജയിയുടെ സിനിമ സ്റ്റൈലാണെങ്കിൽ ഈ നദിയെ മലീമസമാക്കുന്ന, മലിനീകരണത്തിലേക്ക് തള്ളിവിടുന്ന കോർപ്പറേറ്റുകളാരാണെങ്കിലും, ഫാക്ടറികളാരാണെങ്കിലും, ഇനി പാവപ്പെട്ടവരോ സാധാരണക്കാരാണെങ്കിലും അതിനെതിരെ ആക്ഷൻ സ്വീകരിക്കണം, നടപടി സ്വീകരിക്കണം, അവരെയൊക്കെ പൂട്ടണം. അല്ലേ? ചെയ്യുന്നില്ല, പോട്ടെ, വിട്ടേക്ക്, പൂട്ടണ്ട, അവരൊക്കെ അവരുടെ വഴിക്ക് പൊക്കോട്ടെ. എന്നാലും ഇനിയിപ്പോൾ മലിനീകരണം അവർക്ക് തടയാൻ കഴിയുന്നില്ലെങ്കിൽ ഈ മലിനമായ ജലത്തെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു പ്ലാന്റ് സ്ഥാപിക്കാം. ഇതിൽ നിന്നും ഈ ജലത്തെ ശുദ്ധീകരിച്ച് ക്ലീൻ ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ എങ്കിലും, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ട ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ എങ്കിലും ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയും. തീർച്ചയായിട്ടും കൊടുക്കാൻ കഴിയും. ഉപ്പുവെള്ളത്തെ കുടിവെള്ളമാക്കുന്ന രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട്. ഉപ്പ് വെള്ളത്തെ, കടൽ വെള്ളത്തെ കുടിവെള്ളമാക്കി മാറ്റുന്ന രാജ്യങ്ങൾ ഈ ലോകത്തുള്ളപ്പോൾ തമിഴ്നാട് പോലെ ഇത്രയും ശക്തമായ
പോപ്പുലേഷൻ കൊണ്ടും അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടും അതേപോലെ തന്നെ ഫണ്ട് കൊണ്ടും എല്ലാം ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റിന് ക്ലീൻ ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ ഈ തോട്ടുവെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ പുഴവെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ജനങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവരത് ചെയ്യുന്നില്ല. മനസ്സിലായി, അവരത് ചെയ്യുന്നില്ല. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വിജയ് ഗവൺമെന്റ് ഇരട്ടത്താപ്പ് എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഇനി കാണാനുള്ളത് ഒന്നേ ഉള്ളൂ. എന്താണ് ശ്രീ ജോസഫ് വിജയ് ഇതിനു വേണ്ടി ചെയ്യാൻ പോകുന്നത്? ഇതിനെതിരെ കണ്ണടയ്ക്കുമോ അതോ കണ്ണ് തുറക്കുമോ എന്നുള്ളത് കണ്ടറിയാം. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.